ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കാനായി ഉപയോഗിക്കുന്ന ഒരു വാലറ്റാണ് URPay വാലറ്റ്. നാട്ടിലേക്ക് പണം അയക്കാൻ മാത്രമല്ല, നമുക്ക് ഇവിടെ മണി ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനും അങ്ങനെ ഓൺലൈൻ സർവീസുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാലറ്റാണ് URPay വാലറ്റ്. ഇത് അൽറാജി ബാങ്കിൻ്റെ ഒരു വാലറ്റാണ് URPay വാലറ്റ്. ഇതിലൂടെ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് URPay വാലറ്റിലേക്ക് എങ്ങനെ കാർഡ് ഉപയോഗിച്ച് മണി ആഡ് ചെയ്യാം എന്നുള്ളതാണ്. മൊബൈൽ പേ വാലറ്റിൻ്റെ കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് URPay വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന URPay ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. മണി ആഡ് ചെയ്യാനായി ഏറ്റവും മുകളിൽ കാണുന്ന ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാർഡിലൂടെയും അതുപോലെ മൊക്കാപ്പ പോയിൻറ്റ്സും ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ കാർഡ് ആഡ് ചെയ്യുകയാണ്. അതിന് കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്ര എമൗണ്ടാണോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ആഡ് ന്യൂ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ കാർഡ് സ്കാൻ ചെയ്ത് ഇതിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് കാർഡിൻ്റെ പേര്, കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ ഞാനിവിടെ എക്സാമ്പിളായിട്ട് മൊബൈൽ പേയുടെ കാർഡ് നമ്പറാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി മൊബൈൽ പേ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൻ്റെ ഇൻഫോ എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കാർഡ് നമ്പർ, കാർഡിൽ കൊടുത്തിരിക്കുന്ന പേര്, എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ, CVV നമ്പർ എല്ലാം കാണാൻ സാധിക്കും. ആ CVV നമ്പറും അതുപോലെ എക്സ്പയറി ഡേറ്റും എല്ലാം നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം കാർഡിൻ്റെ പേര്, അതുപോലെ കാർഡിൽ കാണുന്ന നമ്പർ, അതിന് തൊട്ട് താഴെയായി എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സേവ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു ബോക്സ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾക്ക് കാർഡിൽ എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ കാർഡിൽ നമുക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ CVV നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കാർഡ് അവിടെ തെളിഞ്ഞു വരുന്നത് കാണാം. അതിനുശേഷം താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ പേയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, നമുക്ക് നമ്മുടെ URPay വാലറ്റിലേക്ക് 7 റിയാൽ നമ്മൾ മൊബൈൽ പേ കാർഡ് ഉപയോഗിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കാർഡിൽ നിന്നും നിങ്ങളുടെ URPay വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫീസ് ഒഴിവായി കിട്ടും. ട്രാൻസ്ഫർ ഫീസ് കൊടുക്കാതെ നമുക്ക് നമ്മുടെ ഏത് കാർഡിൽ നിന്നും URPay വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാം. അപ്പോൾ URPay വാലറ്റിൽ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാത്തരം വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.